വീഡിയോസ് എടുക്കാനുണ്ട്. നല്ല നല്ല വീഡിയോസ്, നല്ല നല്ല കണ്ടന്റ് ഉണ്ട്. പിന്നെ കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമാണ്. പല സ്ഥലങ്ങളിലും ആവശ്യമില്ലാത്ത രീതിയിൽ ആണ് അവർ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നോ എൻട്രി ഉള്ളതുകൊണ്ട് ഇതിൽ വന്ന പ്രശ്നമാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും JNP പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഒന്നും ആയിട്ടല്ല ഞങ്ങൾ വന്നിരിക്കുന്ന, ഒരു കണ്ടന്റ് ഒന്നുമില്ല ഇന്ന് എൻ്റെ കയ്യിൽ. ഞാൻ ജസ്റ്റ് നിങ്ങളോട് കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ്. കാരണം ഞാൻ ക്വാറന്റൈനിലായതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തു പോകാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ല, വ്ളോഗ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. സോ ചില കാര്യങ്ങൾ ഞാൻ ക്വാറന്റൈനിൽ എങ്ങനെ പോയി, എന്താ കാര്യം എന്നൊക്കെ നിങ്ങളോട് പറയാം. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തി വെക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം വരും. കൂടാതെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അതിന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഞങ്ങളുടെ അവസാന എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ബാംഗ്ലൂർ ട്രിപ്പ്. അപ്പം ബാംഗ്ലൂരിൽ പോയി ഞങ്ങളുടെ ഫ്ലാറ്റ് ഞങ്ങൾ വെക്കേറ്റ് ചെയ്തു, തിരിച്ച് നാട്ടിൽ വന്നു. അങ്ങനെ ബാംഗ്ലൂരിൽ പോയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ക്വാറന്റൈനിൽ ഇരിക്കാനുള്ള കാരണം. അന്യ സംസ്ഥാനങ്ങളിൽ പോയി വന്നാൽ ഇപ്പോൾ ക്വാറന്റൈനിൽ ഇരിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ റൂളൊന്നുമില്ല. പക്ഷെ വീട്ടിൽ ചെറിയ കുഞ്ഞുള്ളതുകൊണ്ട്, ആദ്യമുള്ളതുകൊണ്ട് ഞാൻ ആക്ച്വലി മാറി നിൽക്കാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സ് കൂടെയാണ് പോയത്. അവർ ക്വാറന്റൈനിൽ ഇരിക്കുന്നില്ല, ഇപ്പോൾ ഇരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ മോളുള്ളതുകൊണ്ട് മാത്രമാണ് ഇരിക്കുന്നത്. പിന്നെ അവിടെ ചില ആൾക്കാരായിട്ടൊക്കെ എനിക്ക് മിങ്കിൾ ചെയ്യേണ്ടി വന്നു. സോ നമ്മുടെ നാട് പോലെയല്ല. എനിക്ക് തോന്നുന്നു, ഒരു നാടിനെ കുറ്റം പറയല്ല, പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളവിടെ പോയ സമയത്ത് നമ്മുടെ കേരളത്തിൻ്റെ ബോർഡർ അങ്ങ് വിട്ട് കഴിഞ്ഞ് നമ്മൾ ഗുണ്ടൽപേട്ട്, അതായത് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ആക്ച്വലി നമുക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് പേടിയാവും. കാരണം നമ്മളിവിടെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ ലൈഫ് ഇപ്പോൾ കൊണ്ടുപോകുന്നതുകൊണ്ടായിരിക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി കഴിയുമ്പോൾ ഞാൻ വേറെ പല സ്ഥലങ്ങളിലെയും കാര്യങ്ങൾ കേട്ടിരുന്നു, മാസ്കിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിരുന്നു. പക്ഷേ ഇത് നേരിട്ട് കണ്ടു. എവിടെയും ഒരു പ്രശ്നവുമില്ല. ആൾക്കാർ മാസ്ക് വേണ്ട. കല്യാണങ്ങളൊക്കെ എത്രയോ കല്യാണങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഫസ്റ്റ്. ഗുണ്ടൽപേട്ട് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരുപാട് കല്യാണങ്ങളാണ്. കല്യാണങ്ങളിലൊക്കെ നല്ല ജനങ്ങളുമാണ്, മാസ്ക് ഇല്ല. പിന്നെ ബാംഗ്ലൂരിലേക്ക് എത്തിക്കഴിഞ്ഞാലും വളരെ ചുരുക്കം ആൾക്കാർ മാസ്ക് ഉള്ളൂ. മാസ്ക് ഉള്ളത് തന്നെ നമ്മളിവിടെ കളിയാക്കുന്നത് പോലെ ഇവിടെയാണ് മാസ്ക് ഉള്ളത്. പിന്നെ സംസാരത്തിലും കടക്കാരിലും റെസ്റ്റോറൻ്റ് ആണെങ്കിലും മറ്റ് കടകളിലാണെങ്കിലും ആർക്കും മാസ്കും ഇല്ല. ഓപ്പൺ ആണ്, എല്ലാം ഇങ്ങനെ ഓപ്പണായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് പേടിയാവും. അതുകൊണ്ട് തന്നെയാണ് ഞാനൊന്ന് മാറിയിരിക്കാൻ തീരുമാനിച്ചത്. പോകുന്നതിന് മുമ്പേ ഞാൻ ആദ്യം വിചാരിച്ചത് ക്വാറന്റൈൻ ഉണ്ട്, അതായത് ഇവിടെ നമ്മളിപ്പോൾ നിയമം മാറ്റിയിട്ടില്ല എന്ന് വിചാരിച്ച് ക്വാറന്റൈനിലൊക്കെ പോകണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ചോദിച്ചു, അപ്പം പറഞ്ഞു ക്വാറന്റൈൻ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടുന്ന് യാത്ര പോയത്. പക്ഷെ അവിടെ പോയി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, മാറിയിരിക്കാം, ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ, അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഭയങ്കര നമുക്ക് പേടിയാവും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാരായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാവും. അവിടുത്തെ ആൾക്കാർക്ക് ഒരു പേടിയുമില്ല എന്നാണ് തോന്നുന്നത്. വളരെ ഒരു ഭയാനകമായ ചുറ്റുപാട് തന്നെയാണ് നമ്മളെ കമ്പയർ ചെയ്ത് അവിടെ നോക്കുന്ന സമയത്ത്. പിന്നെ എൻ്റെ ക്വാറന്റൈൻ വിശേഷം എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ക്വാറന്റൈനിൽ ഇരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, വിശേഷങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സും കുടുംബക്കാരും ഒക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഒരു അനുഭവിച്ചറിയണം ഒരു സിറ്റുവേഷൻ. വലിയ തോതിൽ ഒരു ഇതൊന്നുമില്ല കേട്ടോ. അങ്ങനെ പ്രോപ്പറായിട്ട് കയറിൽ കെട്ടി ഭക്ഷണം തരുന്ന ആ രീതിയിലൊന്നുമല്ല. ഞാൻ മുകളിലാണ് താമസം, വീട്ടുകാർ ബാക്കി എല്ലാവരും താഴെയാണ്. അപ്പോൾ ഇവിടെ മുകളിലുള്ള ഹോളിൽ ഒരു സ്റ്റൂൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഭക്ഷണം കൊണ്ട് വെക്കും, ഞാൻ എടുത്തുകൊണ്ട് വരും. അപ്പോൾ എൻ്റെ പാത്രത്തിലേക്ക് തട്ടിത്തരികയാണ് ചെയ്യുന്നത്. അവരെ തീരെ ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഭക്ഷണം എടുത്തുകൊണ്ട് വരും, കഴിക്കുന്നു. 3 നേരം അങ്ങനെ ഭക്ഷണം കഴിക്കുന്നു. പിന്നെ എന്താ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ വന്നതിന് ശേഷം, ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം നല്ലതുപോലെ വണ്ണം വെച്ചു. വെയിറ്റ് നല്ലതുപോലെ കൂടിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വർക്കൗട്ടൊക്കെ തുടങ്ങി. അപ്പോൾ മെലിയാനുള്ള പരിപാടി തുടങ്ങുകയാണ്. അപ്പം മെലിഞ്ഞേ പറ്റൂ, കാരണം ഭയങ്കരമായിട്ട് വണ്ണം വെച്ചിട്ട് എനിക്ക് തന്നെ ഒരു സുഖം തോന്നില്ല. പണ്ട് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ 90 കിലോ ഉണ്ടായിരുന്നു. 90 കിലോയിൽ നിന്ന് ഞാൻ പറഞ്ഞാൽ അത് ട്രോൾ ചെയ്യണ്ട, 18 കിലോ കുറച്ചു. 3 മാസം കൊണ്ട് 18 കിലോ, 72 കിലോയിൽ എത്തിച്ചു. 2016 ഒക്ടോബർ തുടങ്ങിയിട്ട് ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം കൊണ്ട് ഞാൻ 72 കിലോയിൽ എത്തിച്ചു. അതിനുശേഷമാണ് എൻ്റെ ബഡ്ഡിയെ ഞാൻ പെണ്ണ് കാണാനൊക്കെ പോയത്. അതിനുശേഷം വലിയ കുഴപ്പമില്ലാതെ ഞാൻ ആ വെയിറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരികയായിരുന്നു. പക്ഷേ നാട്ടിലെത്തി, വീണ്ടും ഗൾഫ് വിട്ട് നാട്ടിലെത്തിയ സമയത്ത് വീണ്ടും
തടി തുടങ്ങി. ഇപ്പം ഇത് ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം നല്ലപോലെ വെയിറ്റ് ഗെയിൻ ചെയ്തു. ഇനിയിപ്പോൾ അത് കുറയ്ക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ഞാൻ തടി കുറയ്ക്കാൻ സ്വീകരിച്ച ഡയറ്റ് പ്ലാൻ ഒക്കെ അതൊരു ആരോഗ്യപരമായിട്ടുള്ള രീതിയല്ല. അതുകൊണ്ട് തന്നെ അത് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല ആരോടും. കാരണം അതുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, അത് ആർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പക്ഷെ നല്ലതുപോലെ വർക്കൗട്ട് ചെയ്യുന്നു. മോർണിംഗ് നല്ലപോലെ വർക്കൗട്ട് ചെയ്യും, അതുപോലെ തന്നെ നൈറ്റ് ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് ഗൾഫിൽ നിന്നാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്തത്. സോ ഗൾഫിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഓഫീസ് വിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോഴും നല്ലപോലെ വർക്കൗട്ട് ചെയ്യും. പിന്നെ കുറേ കാലമായിട്ട് ഇപ്പോൾ വർക്കൗട്ടൊന്നും കണ്ടിന്യൂസ് ചെയ്യുന്നില്ല. ഇപ്പം ക്വാറന്റൈനിൽ ആയതിനു ശേഷം ഞാനിപ്പം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു 2-3 മാസം കൊണ്ട് വീണ്ടും വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ പറ്റുമെന്ന്. ഇപ്പോൾ വീണ്ടും നല്ലപോലെ വെയിറ്റ് കൂടിയിട്ടുണ്ട്. വെയിറ്റ് ഞാൻ പറയുന്നില്ല, അത് ഞാൻ വെയിറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പുറത്തൊക്കെ എന്താ നടക്കുന്നത് നോക്കാം. ഞാൻ മുകളിൽ നിന്ന് കാണിച്ചു തരാം പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ അതൊക്കെ കാർപോർട്ടിൽ വെച്ചതായിരുന്നു. കുറച്ച് സാധനങ്ങൾ ഞാൻ മുകളിൽ കയറി വരുമ്പോൾ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് റൂമിൽ വെച്ച് അടച്ചു. ബാക്കിയുള്ള സാധനങ്ങൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 3-4 ഡേയ്സായി. അപ്പം അച്ഛനും അമ്മയും കൂടി എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എടുത്ത് അകത്തേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതൊക്കെ നോക്കാം. ഓക്കെ, പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബഡ്ഡി ഹായ് പറയൂ. ബഡ്ഡി വർക്ക് ഫ്രം ഹോമാണ്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കണ്ടോ, അച്ഛൻ നല്ല പണിയാണ്, മൊത്തം അലക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സാണ്, ഒക്കെ അലക്കിയിട്ടിരിക്കുകയാണ്. അച്ഛൻ അവിടെ കഷ്ടപ്പെടുകയാണ് ഒറ്റയ്ക്ക്. ഇതുകഴിഞ്ഞിട്ട് ഞങ്ങളുടെ മുല്ലച്ചെടി സൂപ്പറല്ലേ, പൂവുണ്ട് കേട്ടോ, ഞാൻ കാണിക്കാൻ പറ്റുന്നു കേട്ടെ. ഇത് രാത്രി ആവുന്ന സമയത്ത് ഒരുപാട് മുല്ലകളുണ്ടാവും. ഒന്ന് നോക്കിയേ, കണ്ടോ പൂവ്, അടിപൊളിയല്ലേ, ഒരുപാട് മുട്ടുണ്ട് കേട്ടോ. ഇത് രാത്രിയാണ് വിരിയുക, കുറേ ഉണ്ട്, അടിപൊളിയല്ലേ. നമ്മുടെ ഗപ്പി വളർത്തൽ എങ്ങനെയുണ്ട്, വീഡിയോ കണ്ടല്ലോ അല്ലേ. ഇതിപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്, ഒന്നുകൂടെ ഞാനൊന്ന് ഇറങ്ങിയിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. കാശിത്തുമ്പയൊക്കെ ഒരുപാട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവ ഉള്ളതുകൊണ്ട് ടൈം പോകുന്നു. പ്രൈം എടുത്തിട്ടുണ്ട് ആമസോൺ, അത് കണ്ടിങ്ങനെ ഇരിക്കുന്നു. പിന്നെ കണ്ടല്ലോ നമ്മുടെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതൊരു വർക്കൗട്ട് എക്യുപ്മെൻ്റ് ആണ് കേട്ടോ. വയറ് കുറയ്ക്കാനുള്ളതാണ്. നമ്മളുടെ വയറിന് സൈഡിലുള്ള ഫാറ്റെല്ലാം കുറയ്ക്കുന്ന സാധനമാണ്. മോള് കണ്ടോ, വേൾഡ്സ് ബെസ്റ്റ്. ഞാനെൻ്റെ ബഡ്ഡിയും പുള്ളിയെ ഗിഫ്റ്റ് കിട്ടിയാണ് കേട്ടോ, ബഡ്ഡിയുടെ ഫ്രണ്ട്സ് കൊടുത്താണ്. പിന്നെ ബാംഗ്ലൂർ യാത്രയിലെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത്, അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ചു വരുമ്പോഴും ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ വണ്ടിയെല്ലാം ലോഡ് ചെയ്ത് വീട്ടു സാധനങ്ങളെല്ലാം കയറ്റിയിട്ട് പിക്കപ്പ് മുൻപ് പോന്നു, പിറകെ ഞങ്ങൾ പോന്നു. അവിടെ നിന്ന് തൊട്ട് വീട് വിട്ട് ഒരു 2 കിലോമീറ്ററിനുള്ളിൽ തന്നെ ആദ്യം പോലീസ് കൈ കാണിച്ചു. നമ്മുടെ വണ്ടി കേരള രജിസ്ട്രേഷൻ ആണല്ലോ, എവിടെ കണ്ടാലും വണ്ടി കൈ കാണിച്ച് നിർത്തും, പിക്കപ്പ് ആണെങ്കിലും കാറാണെങ്കിലും. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ കിട്ടി. പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് വണ്ടി ലോഡ് കൂടിയായിരുന്നു. അപ്പോൾ പല സ്ഥലങ്ങളിലും KL ബോർഡ് കാണും, അവർ പിടിച്ചു നിർത്തും. കുറച്ച് സമയം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, പിക്കപ്പ് ഞങ്ങൾ ഒരുമിച്ച് വന്നു. അത് കഴിഞ്ഞിട്ട് പിക്കപ്പ് കുറച്ച് പിറകിലായി, ഞങ്ങൾ കുറച്ച് മുൻപിലും പോന്നു. ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളെ പല സ്ഥലങ്ങളിലും നിർത്തും. ഞങ്ങൾ ബുക്കും പേപ്പറും എല്ലാം കാണിക്കും. അവർക്ക് അതൊന്നും കാണേണ്ട ആവശ്യമില്ല. ആക്ച്വലി അവർ ജസ്റ്റ് 1-2 കാര്യങ്ങൾ നോക്കും. ഓപ്പണായിട്ട് പറയാം, പല സ്ഥലങ്ങളിലും ആവശ്യമില്ലാത്ത രീതിയിൽ ആണ് അവർ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങളുടെ സൈഡ് ക്ലിയർ ആയതുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചു. പിന്നെ കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമാണ്. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ അവിടുന്ന് കൈസിലേക്ക് പോകുന്നു. ചില റീസണൊക്കെ കേട്ട് ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും കേട്ടോ. അവിടെ നോ എൻട്രി ആണ്, അതുകൊണ്ട് ഇതിലെ വന്നതുകൊണ്ട് പ്രശ്നമാണ്. അവിടെ നോ എൻട്രി ഉള്ളതുകൊണ്ട് ഇതിലെ വന്ന പ്രശ്നമാണ്. അങ്ങനെ കുറേ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ നമുക്ക് കുറേ സമയം പോകുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ബാംഗ്ലൂർ യാത്ര ചെയ്ത ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. നമുക്ക് ബാംഗ്ലൂരാണ് കേട്ടോ, ബാംഗ്ലൂർ സിറ്റിയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ പണി കിട്ടിയത്. പക്ഷേ കർണാടക മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ച് കുറവുണ്ട്.
പിന്നെ കുറേ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ പിക്കപ്പ് 1200 രൂപ ഫൈൻ അടച്ചിട്ടുണ്ട്. അത് എങ്ങനെയായിരിക്കും 1200 എന്നുള്ളത് ഊഹിച്ചോളൂ. ശരിക്കും അടയ്ക്കുവാണെങ്കിൽ ഒരു 10-14 രൂപയ്ക്കുള്ള വക ഉണ്ടാവും. അങ്ങനെയായിരുന്നു സംഭവം. പിന്നെ അവിടെ നിന്ന് പോന്നു. അപ്പം പറഞ്ഞു വരുന്നത്, നമുക്ക് യാത്ര ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾ എത്രത്തോളം നിയമങ്ങൾ പാലിച്ചും പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്താലും നമുക്ക് പണികൾ വരുന്ന വഴി പറയാൻ പറ്റില്ല. ഇനി വീഡിയോസ് എടുക്കാനുണ്ട്, നല്ല നല്ല വീഡിയോസ്, നല്ല നല്ല കണ്ടന്റ് ഉണ്ട്, ഒക്കെ എടുക്കണം. ഞാനൊന്ന് ഇറങ്ങട്ടെ, 2 ദിവസത്തിനുള്ളിൽ ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ ദൈവം സഹായിച്ചാൽ നമുക്ക് ഉടൻ തന്നെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. നമ്മളുടെ വീഡിയോസ് കണ്ടന്റ് എന്ന് പറഞ്ഞത് നല്ല അടിപൊളി കണ്ടന്റ്സ് ഉണ്ട്. നമുക്കൊരു നഴ്സറി വിസിറ്റ് ഉണ്ട്, പിന്നെ നമുക്കൊരു മീൻ വളർത്തൽ സംഭവം ഒന്നുകൂടെ ഉണ്ട്, ഫിഷ് ഫാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ വ്ളോഗുകൾ ചെയ്യാനുണ്ട്, പല സ്ഥലങ്ങളിൽ പോയിട്ട് ചെയ്യാനുണ്ട്. ചില ഷോപ്പുകൾ, ചില ടെക്സ്റ്റൈൽസ്, അതൊക്കെ പരിചയപ്പെടുത്താനുള്ള കുറേ കാര്യങ്ങൾ പെൻഡിങ് ആണ്. പിന്നെ പ്ലാൻ ഹണ്ടിങ്, ഞങ്ങളൊരു പ്ലാൻ ഹണ്ടിങ് നല്ലതുപോലെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് അധികം സ്ഥലങ്ങൾ, പ്ലാൻ ഹണ്ടിങ്ങിന് പറ്റിയ സ്ഥലങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ പോകാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്, കാരണം മോളുള്ളതുകൊണ്ട്. എന്നാലും പറ്റും വിധം ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് കാണുക, മാക്സിമം തുടക്കത്തിൽ കട്ട് ചെയ്ത് പോകാതെ മാക്സിമം കണ്ടു തീർക്കാൻ ശ്രമിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇനിയും പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്. കൂടാതെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ കോഴിക്കോട് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. കോഴിക്കോട് പോയി ഞാൻ ക്യാമറ വാങ്ങാൻ പോയൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. അതിൽ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിരുന്നു, ഞാനെൻ്റെ ഫ്രണ്ടും കൂടി ചെയ്യുന്നത്. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് പറയാനായിട്ടില്ല. അപ്പം അതും ഉടനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണെന്നൊക്കെ വഴിയെ പറയാം. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാനും എൻ്റെ ബഡ്ഡിയും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരോടും ഇപ്പോൾ ഗുഡ് ബൈ പറയാണ്. നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഗുഡ് ബൈ.